എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അത് ആൾക്കാർക്ക് കറക്റ്റ് അറിയാവുന്ന അവർക്ക് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഭാഗത്തില. പക്ഷെ ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞ് സ്ത്രീ ജനങ്ങളുടെ വോട്ട് നേടിക്കഴിഞ്ഞ് സ്ത്രീ ജനങ്ങളെ വഞ്ചിക്കുന്ന ഇടപാട് നല്ലതല്ല. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയും ഒരിക്കലും നല്ലതല്ല. എല്ലാ വോട്ടും നേടിക്കഴിഞ്ഞ് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ഞങ്ങളൊക്കെ വേറെ പാർട്ടിയായിട്ട് കിട്ടുന്ന സൗകര്യം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുക. ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്ക് പോകേണ്ടതാ. അരമണിക്കൂർ മുകളിലായി. ഇപ്പം ഇതുവരെ ഞങ്ങൾ ഈ വണ്ടി വിട്ടിട്ടില്ല. ഇതുവരെ എത്ര നേരം ഉപയോഗപ്പെടുത്തി നോക്കും. പിന്നീട് മറ്റുള്ള വണ്ടികൾ ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്. അപ്പോഴേക്കും ഒരു തുടങ്ങിയല്ലോ. അപ്പോഴേക്കും കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അരമണിക്കൂറായി ഞങ്ങൾ ഇഞ്ചൊളിഞ്ഞിരിക്കുന്നു. ഇടങ്കോലിടാനും ഏഷണി കൂട്ടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇറ്റ്സ് എ കോംപ്ലിമെന്റ് മാൻ. നമ്മളെന്താ പറയേണ്ടത്? നിങ്ങൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ ബസ് ടിക്കറ്റ് യാത്ര ചെയ്യാൻ സാരില്ലടാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇഷ്ടംപോലെ ബസ് ഇന്ന് ഓടുന്നത് കണ്ടു. നിങ്ങൾ അതിനകത്ത് കാണുന്നത് അല്ലാണ്ട് ചേട്ടാ ക്ലൈമാക്സിലാണ് ചിരി കിട്ടുന്നത്. പ്രിയദർശിനി മാത്രം ഇടുന്നെന്ന് പറഞ്ഞല്ലോ. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. വോട്ട് ചോദിക്കുമ്പോ മുഴുവൻ ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. യാത്ര മുടക്കി പോകുന്നത് ഒട്ടും നല്ലതല്ല. നിങ്ങൾ സമരം ചെയ്യണേ ഓഫീസ് ചെയ്യണം. ഈ ബസ്സിനകത്ത് കയറി സമരം ചെയ്യാൻ ഒട്ടും നല്ല. ടിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ബസ്സിനകത്ത് കയറി നിർത്തി കഴിഞ്ഞാൽ എന്തോ നോക്കും. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്. രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയാം. ആർക്കായാലും സംശയം തോന്നാം. എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു.